ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മോഡലിലെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ സൈസിൽ ലാർജാണ് സൈസ്. അപ്പോൾ ആ സൈസിൽ ഞാൻ പാറ്റേൺ കട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓരോ തവണയും മെഷർ എടുത്ത് കട്ട് ചെയ്യേണ്ട, അങ്ങനെ ഞാൻ പാറ്റേൺ ഉണ്ടാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്താൽ ഞാൻ ട്യൂട്ടോറിയൽ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാറ്റേൺ കറക്റ്റ് രീതിയിൽ ഫാബ്രിക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് രീതിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് കാണുന്നത്, ഫ്രണ്ട് കട്ട് ചെയ്ത റീൽ എനിക്കൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഫോട്ടോയിൽ വരച്ചിട്ട് കാണിച്ച് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ ഫ്രണ്ട് പോർഷനാണിത്. അപ്പർ പോർഷൻ 14 ഇഞ്ചും താഴത്തോട്ട് 25 ഇഞ്ചും വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര പ്ലീറ്റ്സ് വേണോ അതനുസരിച്ച് നമുക്ക് വീതി കൂട്ടാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് സ്ലീവും ഞാൻ പാറ്റേൺ കട്ടിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് ഞാൻ ഫ്രണ്ട് പോർഷനിലെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. 14 ഇഞ്ചസാണ് ഇറക്കം. ഇനി ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ബ്ലാക്ക് ഫാബ്രിക്കിൽ ഞാൻ ഇൻ്റർഫേസ് വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അത് അയൺ ചെയ്തപ്പോഴത്തേക്കും കരിഞ്ഞു പോയതാണ് കേട്ടോ. എന്നിട്ട് നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് താഴോട്ട്, പിന്നെ 3 ആണ് വിഡ്ത്ത്, നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. പിന്നെ ഓവറോൾ ലെങ്ത്ത് ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ആ ലൈൻസിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ സ്ലീവിൻ്റെ രണ്ട് സ്ലീവിൻ്റെയും അറ്റത്തായിട്ടൊരു ബ്ലാക്ക് എക്സ്ട്രാ ക്ലോത്ത്, ഈ സെയിം നെക്കിനടുത്ത പോലെ തന്നെ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതും ഞാൻ ചെറിയ നൈസ് ഇൻ്റർഫേസ് വെച്ചിട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് സ്ലീവിൽ ആദ്യമേ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ജോയിൻ ചെയ്തെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, ഇത് ബാക്ക് ഫാബ്രിക്കാണ്. ഇതിൽ കട്ടിങ്സ് ഒന്നും വരുന്നില്ല, ഒരൊറ്റ സിംഗിൾ പീസാണ്. അതിൽ കഴുത്തിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഇഞ്ചാണ് ക്രോസ് പീസിൻ്റെ വിഡ്ത്ത് വരുന്നത്. എന്നിട്ട് നമുക്ക് അതും ജോയിൻ ചെയ്ത് എടുക്കാം. എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാം കേട്ടോ.
സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെയാണ് കേട്ടോ കാണാൻ. ഫ്രണ്ടിൽ ഇതേപോലെ നെക്ക് ഒരു കോളർ വെച്ച പോലെ ഫീലും, സ്ലീവിൻ്റെ അറ്റത്തും ഫ്രണ്ടിലായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സും. ആദ്യമായിട്ട് ആ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്.